Hello students, welcome back to class. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്തത്. നാം ലാസ്റ്റ് കണ്ടത് റിലേഷൻ ബിറ്റ്വീൻ HCF ആൻഡ് LCM. വാട്ട് ഈസ് ദ റിലേഷൻ? HCF ഇൻറ്റു LCM ഈക്വൽ പ്രോഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ്. ഇതുപയോഗിച്ച് രണ്ട് പോസിറ്റീവ് ഇന്റീജേഴ്സിന്റെ HCF LCM നാം കണക്കാക്കി, അത് വെരിഫൈ ചെയ്തു. ഇനി 3 പോസിറ്റീവ് ഇന്റീജേഴ്സിന്റെ HCF LCM ഇവ കണക്കാക്കി നമുക്ക് ഈ റിലേഷൻ ശരിയാകുമെന്ന് ചെക്ക് ചെയ്യാം. എക്സാമ്പിൾ, ഫൈൻഡ് LCM and HCF of 12, 24 and 36. Check whether LCM into HCF equal product of the numbers. First numbers factors ചെയ്യാം. 12 is equal 2 square into 3, 24 2 cube into 3, 36 2 square into 3 square. Then HCF equal to common with the least power, here 2 square into, then from 3 into 3 equal to 4 into 3 equal to 12. Then LCM equal to, consider all the terms and select highest power. 2 cube 8 into 9 equal to 72. അപ്പോൾ ഈ നമ്പേഴ്സിന്റെ HCF 12, LCM 72. നമുക്ക് ചെക്ക് ചെയ്യാം. LCM into HCF equal to 72 into 12, it is equal to 864. Then product of the numbers 12 into 24 into 36, it is 10,368. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം LCM into HCF not equal to product of the numbers. ഇത് രണ്ടും സെയിം അല്ല. Therefore LCM into HCF not equal product of the numbers. In the case of 3 numbers, this result is not satisfied. That is LCM into HCF not equal to product of the numbers. Next 3 numbers 17, 23 and 29. The factors here 17 ഇത് പ്രൈം നമ്പർ ആയതുകൊണ്ട് 17 തന്നെയുള്ളൂ. 17 1 17 17. Then 70 equal to 17 into 1. 23 also prime number, 23 into 1. 29 prime number, 29 into 1. Then HCF equal to highest common factor. Here common only 1. Therefore HCF 1. LCM equal to 17 into 23 into 29 equal to 11,339. Therefore HCF is 1 and LCM is 11,339. Result verify ചെയ്യാം. LCM into HCF equal to 11,339 into 1, it is 11,339. Then product of the numbers 17 into 23 into 29, it is 11,339. ഇപ്പോൾ നോക്കുമ്പോൾ ഈ രണ്ട് റിസൾട്ടും സെയിം ആണ്. Therefore HCF into LCM equal product of the numbers. നമ്മൾ ആദ്യം പറഞ്ഞു 3 പോസിറ്റീവ് നമ്പേഴ്സിന്റെ HCF and LCM ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന്. ഇപ്പോൾ എങ്ങനെ സംഭവിച്ചു? ഇതിന്റെ റീസൺ, these 3 numbers are prime numbers. 17, 23, 29 are prime numbers. 3 prime numbersന്റെ കേസിൽ HCF into LCM equal product of the numbers ആയിരിക്കും. അപ്പോൾ എന്താണ് നമ്മൾ കണ്ടത്? 3 നമ്പേഴ്സിന്റെ HCF and LCM ഈ റിസൾട്ട് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ആ 3 നമ്പേഴ്സ് പ്രൈം നമ്പേഴ്സ് ആയിരിക്കണം. നെക്സ്റ്റ് നാം ഡിസ്കസ് ചെയ്തത്, check A raised to n can end with the digit 0 for any natural number n. A raised to n മോഡലിലുള്ള നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് കാണുമ്പോൾ അതിന്റെ യൂണിറ്റ് പ്ലേസ് 0 ആണോ എന്ന് ചെക്ക് ചെയ്യണം. എക്സാമ്പിൾ, A raised to n, take A is equal to 10. That is 10 raised to n. N is any natural number. First natural number 1, that is 10 raised to 1, it is equal to 10. Then next natural number 2, then 10 raised to 2, it is equal to 10 square equal to 100. Next natural number 3,
10 cube equal to 1000 etc. ഇവിടെ എല്ലാ പ്രോഡക്റ്റ് കാണുമ്പോൾ ഇത് സീറോയിൽ എൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ചെക്ക് വെദർ എ റൈസ് ടു ക്യാൻ എൻഡ് വിത്ത് ഡിജിറ്റ് 0. എ റൈസ് ടു എൻ ഡിജിറ്റ് 0യിൽ എൻഡ് ചെയ്യോ ഇല്ലയോ എന്ന ക്വസ്റ്റ്യൻ. ഈ 10 റൈസ് ടു എന്നിന്റെ കേസിൽ ഇത് ക്യാൻ എൻഡ് വിത്ത് ഡിജിറ്റ് 0. എന്തായിരിക്കും റീസൺ? നമുക്ക് 10നെ ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടേഴ്സ് ഓഫ് 10. Which are factors of 10? 10, 2, 5. 2 and 5. Factors of 10 are 2 and 5. ഈ 10ന്റെ ഫാക്ടേഴ്സ് 2ഉം 5ഉം ആയതുകൊണ്ടാണ് ഈ ഡിജിറ്റ് 0 ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത്. റീസൺ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 5 equal to 10. അപ്പൊ ലാസ്റ്റ് 0 എൻഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് 0 എൻഡ് ചെയ്യണമെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് എ മസ്റ്റ് ബി 2 and 5. എയുടെ ഫാക്ടേഴ്സ് 2ഉം 5ഉം ആണെങ്കിൽ മാത്രമാണ് എ റൈസ് ടു എൻ ഡിജിറ്റ് 0യിൽ എൻഡ് ചെയ്യുകയുള്ളൂ. അപ്പോൾ എന്താണ് കണ്ടീഷൻ? ഇഫ് എ റൈസ് ടു എൻ ends with digit 0, then it must have 2 and 5 as factors. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ചെക്ക് വെദർ 6 റൈസ് ടു എൻ ക്യാൻ എൻഡ് വിത്ത് ഡിജിറ്റ് 0 ഫോർ എ നാച്ചുറൽ നമ്പർ n. 6 റൈസ് ടു എൻ ഡിജിറ്റ് 0യിൽ എൻഡ് ചെയ്യോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ എന്താണ് കണ്ടീഷൻ? ഇറ്റ് ഈസ് ഓഫ് ദ ഫോം എ റൈസ് ടു എൻ. എ റൈസ് ടു എൻ 0 എൻഡ് ചെയ്യണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ഹാവ് ദ ഫാക്ടേഴ്സ് 2 and 5. നമുക്ക് ചെക്ക് ചെയ്യാം. ഫാക്ടേഴ്സ് ഓഫ് 6. വിച്ച് ആർ ഫാക്ടേഴ്സ് ഓഫ് 6? ഫാക്ടേഴ്സ് ചെയ്യാം. 2, 3, 2 and 3. Here the factors of 6 are 2 and 3, but there is no factor 5. ഇതില് factor 5 ഇല്ല. factor 5 ഇല്ലാത്തതുകൊണ്ട് 6 raised to n cannot end with the digit 0. അപ്പോൾ എന്താണ് നാം കണ്ടത്? If 6 raised to n can end with 0, then it must have 2 and 5 as factors. Here factors of 6 are 2 and 3 only. There is no factor 5, so 6 raised to n cannot end with the digit 0. ഇത് 12 റൈസ് ടു n ആയിരുന്നെങ്കിലോ? ചെക്ക് ചെയ്യാം. ഫാക്ടേഴ്സ് ഓഫ് 12. വിച്ച് ആർ ഫാക്ടേഴ്സ് ഓഫ് 12? 12, 2, 6, 2, 3. ഫാക്ടേഴ്സ് ഓഫ് 12 are 2 and 3 only. 2 and 3 only. There is no other factor 5. So here also 12 raised to n cannot end with the digit 0. What about 20 raised to n? Factors of 20 are, which are factors of 20? 2, 10 2s are 20, 2, 5 2s are 10. Factors of 20 are 2 and 5. Therefore, here the factors of 20 are 2 and 5. So we can conclude that 20 raised to n can end with the digit 0. Next question, explain why 7 into 11 into 13 plus 13 is a composite number. The given number 7 into 11 into 13 plus 13. ഈ നമ്പർ ഒരു കോമ്പോസിറ്റ് നമ്പർ ആണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്? ദിസ് നമ്പർ ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. ഈ നമ്പർ കോമ്പോസിറ്റ് നമ്പർ ആണെന്നാണ് തന്നിരിക്കുന്നത്. അത് നമ്മൾ പ്രൂവ് ചെയ്യണം. 7 into 11 into 13 plus 13. നാം ചെക്ക് ചെയ്യുകയാണെങ്കിൽ 7, 11, 13 ഇതെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. വാട്ട് ഈസ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്? ദ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് എവറി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ്. ഇവിടെ ഇൻഡു ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം ബൈ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. പക്ഷെ ഇവിടെ പ്ലസ് ആണ്. പ്ലസ് ആയതുകൊണ്ട് നമുക്ക് ഈ തിയറം ഇത് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആദ്യം ഈ പോസിറ്റീവ് സൈൻ ഒന്ന് ഒഴിവാക്കണം. അതിനെന്ത് ചെയ്യണം? ഇതിൽ നിന്നും കോമൺ ഫാക്ടർ പുറത്തെടുക്കുക. ഇത് ടോട്ടൽ 2 ടേംസ് ആണ്. ഫസ്റ്റ് ടേം 7 into 11 into 13, സെക്കൻഡ് ടേം 13. ഇതിൽ നിന്ന് കോമൺ 13 ടേക്കിംഗ് ഔട്ട്സൈഡ് 13 കോമൺ ആണ്. ടേക്കിംഗ് ഔട്ട്സൈഡ് 13 then into remaining is 7 into 11 into 1.
7 into 11 into 13 can be written as 13 into 1. 13 taking outside, then remaining 1. Plus here also 13 is equal to 13 into 1. The 13 our പുറത്തെടുത്താണ്, remaining is 1. 13 into 7 into 11 into 1, 77 plus 1 equal to 13 into 77 plus 1 is equal to 78. പോസിറ്റീവ് സൈൻ ഒഴിവായി കിട്ടി. ഇപ്പൊ കിട്ടിയ നമ്പർ എന്താണ്? 13 into 78. ഈ നമ്പർ കോമ്പോസിറ്റ് നമ്പർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതിനായിട്ട് ഈ 78 പ്രൈം നമ്പർ അല്ല. അപ്പൊ 78നെ ഫാക്ടറൈസ് ചെയ്യാം. ദാറ്റ് ഈസ് 78 ഈക്വൽ ടു ഫാക്ടറൈസ് ചെയ്യാം. Now 78 is equal to 2 into 3 into 13. That is this 13 into 78, 2 into 3 into 13. Write this in ascending order. 2 into 3 into 13 into 13 exponential form 13 square. Now 7 into 11 into 13 plus 13 is equal to 2 into 3 into 13 square, that is product of the prime factors. Therefore, by fundamental theorem of arithmetic, 7 into 11 into 13 plus 13 is a composite number. നെക്സ്റ്റ് ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.